എടി നന്ദി വേണോടി നന്ദി. ഈ കിഴക്കതിൽ സുന്ദരേശൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും കൂമ്പടഞ്ഞ തെങ്ങ് പോലെ മൂത്ത് നരച്ച് നിന്നു പോയനെ. അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ, ഓ ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. ആ കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ചത്താലും മറക്കരുത്. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. മോളെ രാധാമണി, സുന്ദരേശനെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് ഇനി കിട്ടില്ല. അയ്യാടാ സുന്ദരൻ കണ്ടേച്ചാലും മതി. ആ അതെടി ബോറടിക്കും. കല്യാണം കഴിച്ച മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഭാര്യമാർക്കെല്ലാം ഭർത്താക്കന്മാരെ ബോറടിച്ചു തുടങ്ങും. എന്റെ ചേട്ടൻ ചേട്ടത്തിയമ്മയ്ക്ക് ആഴ്ചയിൽ സാരി മേടിച്ചു കൊടുക്കുന്ന പോലും ആ ബോറടി അങ്ങോട്ട് ഒഴിവാക്കാനാണ്. പിന്നെ ഒരു ആശ്വാസം, നമുക്ക് ആ ബോറടി തുടങ്ങിയിട്ടില്ലല്ലോ. ഇക്കണക്കിന് പോയാൽ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. എങ്കിൽ എന്റെ ജീവിതം ഇതുപോലൊരു സാരി തുമ്പിൽ ഞാൻ അവസാനിപ്പിക്കും. വെറുതെ ഇരിക്കുമ്പോ നീ ഓർത്തു. വെറുതെ പേടിച്ച ഞാൻ അതിനെ ഒറ്റയ്ക്ക് പോവോ? പോവാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടല്ലേ പോവൂ. എന്റെ മോള് ഇന്നും കൂടെ ആ പരിപ്പുടെ അടുത്ത് കഴിക്കും. കണക്കൂട്ടി കഴിഞ്ഞില്ലേ? എന്റെ എല്ലാ കണക്കൂട്ടിലും തെറ്റിക്കൊണ്ടിരിക്കാമേ.